നമ്മുടെ കവർപ്പാൽ ഉപയോഗിച്ചുകൊണ്ട് വായിലിട്ട് അലിഞ്ഞിറങ്ങുന്ന നല്ല പഞ്ഞു പഞ്ഞു പോലെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇന്ന് നമുക്ക് ഇതുപോലെ എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് അത് മാത്രം മതിയാവും. പിന്നെ ഒന്നുകൂടി തണുത്ത് സെറ്റായി വരേണ്ട സമയം മാത്രമേ കുറച്ച് വേണ്ടി വരുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ടയുടെ മഞ്ഞ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, വെള്ള വേണ്ട കേട്ടോ. ഇനി മണമൊന്നും ഇല്ലാതിരിക്കാനും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് മൂന്നും നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. പഞ്ചസാര എടുക്കുമ്പോൾ പൊടിച്ച പഞ്ചസാരയൊന്നും വേണ്ട, ഇതേപോലെ സാധാരണ പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി യോജിച്ച് വരുന്നവരെ ശരിക്കും ഇതേപോലെ മിക്സ് ആക്കി എടുക്കാം. പഞ്ചസാരയും വാനില എസൻസും മുട്ടയുടെ മഞ്ഞയും നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പുഡിംഗ് നല്ല കട്ടിയായിട്ട് സെറ്റായി വരാനായിട്ട് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കോൺഫ്ലവർ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ് പുഡിംഗ് നന്നായിട്ട് കട്ടിയായിട്ട് ശരിക്കും സെറ്റായി വരുള്ളൂ. ഇതുപോലെ മുട്ടയുടെ മിക്സുമായിട്ട് ശരിക്കും ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ കവർ പാല് തന്നെയാണ്. 250 ml കപ്പിന് 2 കപ്പ് പാല് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതായത് 1/2 ലിറ്റർ പാല് നമുക്ക് എടുക്കാവേ. നന്നായിട്ട് യോജിച്ച് വന്ന ഈ മിക്സിലേക്ക് ആദ്യമേ 1 കപ്പ് പാല് ചേർത്ത് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം വേണം അടുത്ത കപ്പ് പാലും കൂടി ചേർത്ത് ശരിക്കും ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാനായി. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് മതിയാവും, അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി അതിലും കൂടുതൽ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 കപ്പ് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് നല്ല മധുരത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നേരത്തെ ഓവർ മധുരവും ഇല്ല, പാകത്തിനായിട്ട്. ഇതേപോലെ 2 കപ്പ് പാലും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങിന്റെ മിക്സിങ്ങിന്റെ പരിപാടി എന്ന് പറയുന്നത്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നോൺ സ്റ്റിക്കിന്റെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനിലേക്ക് മാറ്റി നല്ലോണം തന്നെ ഒന്നും കൂടെ തിളപ്പിച്ച് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് ഇവിടെ റെഡിയായി. നമ്മൾ പാൻ എടുക്കുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള നോൺ സ്റ്റിക്കിന്റെ ഇതേപോലെ ഒരു പാൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലാണ് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ആക്കിയൊക്കെ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പാനൊക്കെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തിളച്ച് പുറത്തേക്കൊക്കെ ചാടിപ്പോവും. ഇനിയിപ്പോൾ ഗ്യാസ് ഓണാക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി കട്ടകളൊന്നും ഇല്ലാതെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കലാണ് ചെയ്യുന്നത്. നമ്മൾ കോൺഫ്ലവർ ചേർത്തുകൊണ്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ കട്ട പിടിക്കും. അപ്പോൾ ഹാൻഡ് വിസ്ക് വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ കൈ എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. കണ്ടത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പാനിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിട്ട് ശരിക്കും ഒന്നുകൂടെ കുറുകി വരുന്ന ആ ഒരു പരുവാകുന്ന വരെ ഇളക്കി കൊടുക്കണേ. ഫുൾ ഫ്ലെയിമിലും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലും ഒന്നും വെക്കേണ്ട, മീഡിയം ഫ്ലെയിമിലും മാത്രം വെച്ചിരുന്നാൽ മതി. ഒരു 10-15 മിനിറ്റ് അതിനുള്ള റെഡി ആയിട്ട് വരും. ഇതിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വേറെ ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇതേപോലെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മുടെ പാനിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വിട്ടുവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് കുറുകി ശരിക്കും പാനിൽ നിന്ന് വിട്ട് നല്ല കട്ടിയായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ പാനിൽ നിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വിട്ട് അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള പരുവം എന്ന് പറയുന്നത്. ഈ ഒരു പരുവത്തിൽ കട്ടിയായിട്ട് വരുമ്പോൾ മാത്രം കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്ത് മറ്റൊരു ട്രേയിലേക്ക് മാറ്റി കൊടുക്കാവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് തണുത്ത് കഴിയുമ്പോൾ നല്ല കട്ടിയായിട്ട് വരുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ട് ലൂസ് പോലെ ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ കട്ടിയായിട്ട് വരുന്നവരെ മിക്സ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതായത് നമ്മുടെ പാനിൽ നിന്നൊക്കെ ഇതേപോലെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ മാത്രമേ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ആ ട്രേയിൽ ഞാൻ ചുറ്റും ഒന്ന് നെയ്യ് പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ മിക്സും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് പതുക്കെ ലെവലാക്കി വലിയ ചൂടൊക്കെ ഒന്നും കൂടെ ആറി നന്നായിട്ട് തണുത്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടി വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതവിടെ നന്നായിട്ട് തണുത്ത് ശരിക്കും സെറ്റായി വരട്ടെ. അങ്ങനെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിലും കൂടി വെച്ച് ഒന്നും കൂടി സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുഡിങ് കഴിക്കുമ്പോൾ നല്ലൊരു തണുപ്പുണ്ടാവും. നന്നായിട്ട് കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിട്ട് വന്നോളും, ചുറ്റും നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട്. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പം റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.
നമ്മുടെ കുട്ടീസൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് ഒക്കെ വരുമ്പോഴാണെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഉറപ്പായിട്ടും ഒരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാവേ. നമ്മൾ വാനില എസൻസ് ഒക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മുട്ടയുടെ മണമൊന്നും ഇല്ല കേട്ടോ. ഇതേപോലെ കുട്ടി കുട്ടി പീസായിട്ട് കട്ട് ചെയ്ത് അടിപൊളിയായിട്ടിരുന്ന് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.